ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബിറ്റ്കോയിൻ മലയാളി. ടുഡേസ് ഹാപ്പി ഫ്രൈഡേ. എല്ലാവർക്കും വീക്കെൻഡ് നല്ലൊരു മനോഹരമായിട്ടുള്ള വീക്കെൻഡ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഗൈസ്, വാട്ട്സ് ഹാപ്പനിങ് ഇൻ ബിറ്റ്കോയിൻ? 89,000 നിന്ന് ഇറ്റ് വാസ് എ സഡൻ മൂവ് to down 81,000. That is around $8,000 to $9,000. It went down. So what's going on really? യഥാർത്ഥത്തിൽ എക്കോണമിയിൽ വളരെ അൺസർട്ടനിറ്റിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു പിക്ചറും കിട്ടുന്നില്ല. ദാറ്റ്സ് വൈ എവരി വൺ ഇസ് പാനിക്കിങ്. സോ എല്ലാവരും ഓടുന്നതെന്ന് വെച്ചാൽ അവരുടെ പൈസ, അവരുടെ ഡോളർ ദേ ഹാവ് ടു കീപ്പ് ഇൻ സേഫ് സംവെയർ. അതുകൊണ്ടാണ് ഈ ഗോൾഡും സിൽവറൊക്കെ ഇറ്റ് വാസ് ഗോയിങ് അപ്പ് ലൈക്ക് എ ക്രേസി. എന്തായിരിക്കും ആക്ച്വലി നടന്നത്? ഈ എസ്പെഷ്യലി ഈ ഒരു ഡ്രോപ്പ്, ശക്തമായിട്ടുള്ള ഡ്രോപ്പിന് കാരണം എന്തായേക്കാം എന്ന് ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. സി, ബിറ്റ്കോയിൻ ETF നിന്ന് അറൗണ്ട് 800 million, that is around kind of almost $1 billion just vanished yesterday. That means so much fear out there, uncertainty. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കൺസിസ്റ്റൻ്റ്ലി ബിറ്റ്കോയിനിൽ നിന്ന് കൈൻഡ് ഓഫ് ലാസ്റ്റ് 1 week, മോർ ദാൻ 1 week ബിറ്റ്കോയിനിൽ നിന്ന് പുറത്തോട്ട് ഫണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിക്കോസ് ഓഫ് അൺസർട്ടനിറ്റി. ഈ പുറത്ത് പോകുന്ന ഫണ്ട് എന്തുകൊണ്ട് അകത്ത് വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ടു മേക്ക് സം മണി. ഈ ആളുകൾ ഈ പൈസ ഈ ബിറ്റ്കോയിൻ ETF പാർക്ക് ചെയ്തേക്കുന്നത് യൂഷ്വലി ബിറ്റ്കോയിൻ കോർ ഫാൻസ്, എന്നെപ്പോലുള്ള ആളുകൾ, അല്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള ആളുകൾ ബിറ്റ്കോയിനിലേക്ക് പൈസ ഇടുന്നത് ഇറ്റ്സ് കൈൻഡ് ഓഫ് സേഫ്റ്റി ഇൻ ഇറ്റ്. വി നോ ദ സേഫ്റ്റി features of Bitcoin. പക്ഷേ these guys came here for the profit, dollar profit. So they came in and out now because there is no certainty what's going to happen next week. So usually ഫ്രൈഡേക്ക് മുന്നേ ആളുകൾ എന്തെങ്കിലും ഇങ്ങനെ വളരെ പ്രശ്നകരമായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ പൈസ എടുത്തുകൊണ്ട് പോകാറാണ് പതിവ്. അതുപോലെ തന്നെ എല്ലാ പ്രശ്നങ്ങളും ക്ലിയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ തിരിച്ച് വരാറുമുണ്ട്. പക്ഷേ ആ സമയത്ത് ഈ ആളുകൾ സെല്ല് ചെയ്യുന്ന ബിറ്റ്കോയിനുകൾ പോകുന്നത് മൈക്കൽ സെല്ലറിനെ പോലുള്ള ആളുകളുടെ കയ്യിലോട്ടാണ്. പക്ഷെ തിരിച്ചു വരുമ്പോൾ ദ പ്രൈസ് ഗോസ് അപ്പ് സോ ഫാസ്റ്റ്. സോ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലാസ്റ്റ് ഓൺ തേഴ്സ്ഡേ ഫെഡറൽ റിസർവിൻ്റെ അനൗൺസ്മെൻറ്റ് ഉണ്ടായിരുന്നു. 3.5 സ്റ്റേ ചെയ്യുവാണ് എന്നാണ്. 3.5, 3.7 ആര് ഇൻട്രസ്റ്റ് റേറ്റ് അതേപോലെ തന്നെ നിൽക്കുവാണ്. കുറച്ച് ഹോക്കിഷ് പ്ലസ് ഡോവിഷ് എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം. അത് മാർക്കറ്റിൽ നിന്ന് പാനിക്കാക്കി. കാരണം മുന്നോട്ട് പോകുന്നതിനെക്കുറിച്ച്, ഇനി റേറ്റ് കട്ട് വരാൻ സാധ്യതയുണ്ടോ എന്നതിനെക്കുറിച്ചൊന്നും മറുപടി അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നില്ല. ഇപ്പം ഹോൾഡ് ചെയ്തേക്കുവാണ് എന്നാണ് പറയുന്നത്. അത് മാർക്കറ്റിനെ പാനിക്കാക്കും. കൈൻഡ് ഓഫ് ഓൾറെഡി മാർക്കറ്റ് കരുതിയിരുന്നു ഇനിയൊരു ചേഞ്ചസ് ഈ ഒരു മീറ്റിങ്ങിൽ കാണത്തില്ലെന്ന്. ഓൾറെഡി പ്രൈസ്ഡ് ഇന്നാണ്. പക്ഷേ മേജർ ഇഷ്യൂസ് വന്നേക്കുന്നത് എസ്പെഷ്യലി ഗവൺമെൻറ് ഷട്ട് ഡൗൺ. ഇന്ന് ഫ്രൈഡേ ഷട്ട് ഡൗൺ ആയേക്കാം എന്നുള്ളൊരു ന്യൂസ് വരുന്നു. ഞാൻ അപ്ഡേറ്റ് അനുസരിച്ച് പാർഷ്യലി ഷട്ട് ഡൗൺ ആവാനുള്ള ചാൻസസ് ഉണ്ട് എന്ന് പറയുന്നു. ഇന്ന് പൊതുവേ ന്യൂസ് ക്ലിയർ ആയിട്ട് അറിയാൻ നോക്കും. ഗവൺമെൻറ് ഷട്ട് ഡൗൺ ആയ സമയങ്ങളിലെല്ലാം ബിറ്റ്കോയിൻ ഏകദേശം നിങ്ങൾക്ക് ഇവിടെ കാണും ഒരു 10 മുകളിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വട്ടം ലാസ്റ്റത്തെ ഇതിന് 16% ബിറ്റ്കോയിൻ താഴെ പോയി. അപ്പോൾ ഭയങ്കര ശക്തമായിട്ട് ബിറ്റ്കോയിൻ അത് റിയാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു പേടി കാരണം കൊണ്ട് തന്നെ ആളുകൾ ആ ഫണ്ട് മുഴുവൻ ഏകദേശം $1 billion ETF മാത്രം വിഡ്രോ ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു കാര്യം കൊണ്ടും, പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ കുറേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് കൊടുത്തിട്ടുണ്ട്. US ഇറാൻ ടെൻഷൻ, പുതിയ യുദ്ധങ്ങളിലേക്ക് പോകുമോ എന്നൊരു ആളുകൾക്ക് ഭയം. അപ്പം മൊത്തത്തിൽ ഒരു അൺസർട്ടനിറ്റിയാണ് മാർക്കറ്റിൽ. എസ്പെഷ്യലി ഈ ഫണ്ട് പോകാനുള്ള മെയിൻ കാര്യമെന്ന് ഞാൻ വിചാരിക്കുന്നത് ഈ ഷട്ട് ഡൗൺ ഫിയർ കാരണമാണ്. പിന്നെ വിൻ്റർ ക്രൈസിസ് ഉണ്ട്. അത് കാരണം പല മൈനേഴ്സും അവർ ഓപ്പറേഷൻ ഷട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ അവർക്ക് പ്രോഫിറ്റ് ഇല്ലാതാകുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ കയ്യിരിക്കുന്ന ബിറ്റ്കോയിൻ സെല്ല് ചെയ്ത് ലിക്വിഡേഷൻ ചെയ്യും. അതുവഴിയും നമുക്ക് പ്രഷർ വരുന്നുണ്ട്. അത് ഇവിടെ കാണാനൊക്കും. സോ ബിറ്റ്കോയിൻ്റെ ഹാഷ് റേറ്റ് ഇവിടുന്ന് നിങ്ങൾക്ക് ഇവിടെ ഒരു ബ്ലൂ ലൈൻ കാണാനൊക്കും. ഇതാണ് ബിറ്റ്കോയിൻ്റെ ഹാഷ് റേറ്റ്. ഇസ് വെൻ ഡൗൺ. സോ എല്ലാ സൈഡിൽ നിന്നും ബിറ്റ്കോയിന് പ്രഷറുണ്ട്. ദർ ഇസ് നോ ഗുഡ് ന്യൂസ് ആക്ച്വലി. സോ ദാറ്റ്സ് വൈ ഇന്നത്തെ ഒരു ഫ്രൈഡേയിലെ ഒരു ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ട്രംപ് കെവിൻ വാഷ് എന്ന് പറയുന്നൊരു ആളെ ഫെഡറൽ റിസർവ് ആക്കാൻ തീരുമാനിക്കാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നു. ഇപ്പം ജെറോം പവലാണ്, ഇദ്ദേഹമാണ് നമ്മുടെ US-ൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതിൻ്റെ പൈസ കൺട്രോൾ ചെയ്യുന്ന എല്ലാം ഇദ്ദേഹമാണ്. അപ്പോൾ ട്രംപിന് വേണ്ടത് ഈ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന, കൂടുതൽ ക്യാഷ് ഫ്ലോ വരാൻ താല്പര്യപ്പെടുന്ന, അല്ലെങ്കിൽ ട്രംപിൻ്റെ വാക്കുകൾ കേൾക്കുന്ന ഒരാളെയാണ്. അപ്പോൾ കെവിൻ വാഷ് മേ ബി അദ്ദേഹം വിചാരിക്കുന്ന ഒരാളായിരിക്കാം. പിന്നെ കെവിൻ വാഷിൻ്റെ ഐ ഡോണ്ട് നോ ഹൗ ടു പ്രൊനൗൺസ് ഇറ്റ്, അത് ഞാൻ വളരെ റോങ് ആയിട്ടാണ് പ്രൊനൗൺസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം.
ഇവിടെ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ബിലോ 40 ഏജ്, ഇഫ് യു ആർ അണ്ടർ 40 ബിറ്റ്കോയിൻ ഈസ് യുവർ ന്യൂ ഗോൾഡ്. അപ്പോൾ അദ്ദേഹത്തിന് ഈ വലിയൊരു ബിറ്റ്കോയിൻ അനലിസ്റ്റിനെ പോലെ അല്ലെങ്കിൽ ബിറ്റ്കോയിനെ പ്രോ പോലെ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ബിറ്റ്കോയിനെ അറിയാവോ? ഈ എൻഡ് ഓഫ് ദ ഡേ എവരി വൺ ഈസ് പൊളിറ്റീഷ്യൻസ്, എസ്പെഷ്യലി ഇവർ പൊളിറ്റിക്കലുമായിട്ട് വല്ല ബന്ധങ്ങളില്ല എന്ന് പറയുന്നെങ്കിൽ പോലും, ബട്ട് എൻഡ് ഓഫ് ദ ഡേ ദീസ് പീപ്പിൾ ആർ പൊളിറ്റീഷ്യൻസ്. സോ I don't believe this guys, but he was saying if you are under 40 Bitcoin is your new gold. അതൊരു പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അദ്ദേഹം ബിറ്റ്കോയിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ട് കാണപ്പെടുന്നു. പിന്നെ ട്രംപിന് വേണ്ടത് ലിക്വിഡിറ്റിയാണ്. ദേ നീഡ് ടു പ്രിൻറ്റ് മണി. കാരണം മിഡ് ടൈം ഇലക്ഷൻ വരുന്നുണ്ട്. ഐ തിങ്ക് ഇസ് നവംബർ, ഈ വരുന്ന നവംബറിലായിരിക്കാം. അപ്പോൾ ആ നവംബറിൽ വരുമ്പോൾ ഇതേവരെ ട്രംപ് കയറിയേക്കുന്നു. ട്രംപ് കയറി കഴിഞ്ഞാൽ യൂഷ്വലി സ്റ്റോക്കും കാര്യങ്ങളൊക്കെ റൈസ് മുകളിലോട്ട് പോകണം. അത് ഇതുവരെ കണ്ടിട്ടില്ല. ലിക്വിഡിറ്റി വേണം. അപ്പം നവംബർ മിഡ് ടൈം ഇലക്ഷന് പുള്ളിക്ക് വീണ്ടും പ്രഷർ വരുന്നുണ്ട്. അതിന് മുന്നേ പുള്ളി ചെയ്ത കാര്യങ്ങൾക്കുള്ള റിസൾട്ട് മാർക്കറ്റിൽ കാണണം. അപ്പോൾ അതുകൊണ്ടാണ് ഇത്രയും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്നത്. മെയിൽ മുതൽ ഇദ്ദേഹത്തിന് മേ ബി ഇദ്ദേഹം തന്നെ ആയിരിക്കാം, കെവിൻ തന്നെ ആയിരിക്കാം, പക്ഷേ അറിയത്തില്ല. പക്ഷേ ഈ നേരത്തെ പറഞ്ഞ പോലെ ട്രംപിന് വേണ്ടത് ലിക്വിഡിറ്റിയാണ്. ഇപ്പോൾ ട്രംപിൻ്റെ കാര്യങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുന്ന അല്ലെങ്കിൽ 2% 3% സഡനായിട്ട് അല്ലെങ്കിൽ ഗ്രാജുവലി നല്ലപോലെ കുറയ്ക്കുന്ന ഒരാളെയാണ് അദ്ദേഹം നോക്കി നടക്കുന്നത്. കാരണം ലിക്വിഡിറ്റി ഇല്ലെങ്കിൽ മാർക്കറ്റ് മുന്നോട്ട് പോകത്തില്ല. ലിക്വിഡിറ്റി വേണമെന്നുണ്ടെങ്കിൽ എന്താണ് ലിക്വിഡിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത്? ദേ നീഡ് ടു പ്രിൻറ്റ് മണി. ഇപ്പോൾ പൈസ പ്രിൻ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഏത് അസറ്റാണ് ഏറ്റവും കൂടുതൽ സഞ്ചരിക്കാൻ വേണ്ടി പോകുന്നത്? ഓഫ് കോഴ്സ് ബിറ്റ്കോയിൻ. സോ ഒരു നല്ല ഗുഡ് ന്യൂസ് ആണ് വരുന്നത്. അത് മാർക്കറ്റിൽ നമുക്ക് കാണാൻ ഒക്കുന്നുണ്ട് ബിറ്റ്കോയിൻ്റെ കേസിൽ. സോ നമ്മൾ ടെക്നിക്കൽ അനാലിസിസിലേക്ക് നമുക്കൊന്ന് ജസ്റ്റ് പോയിട്ട് നമുക്ക് റാപ്പപ്പ് ചെയ്യാം. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു ഇതൊരു റൈഡാണ്. ഒരു റൈഡ് വരുന്ന റെസ്റ്റിംഗ് പൊസിഷൻ. ഇവിടുന്ന് നമുക്ക് ഇതേപോലെ ഒരു ഫ്ലോ ഇവിടുന്ന് കാണണം എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. പക്ഷേ ഈ ഒരു ഫ്ലോ വന്നു കഴിഞ്ഞപ്പം ഇവിടെ ഒരു ഇൻറ്ററപ്ഷൻ, ചെറിയൊരു സപ്പോർട്ട് പോലെ നമുക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ബാൻഡിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ ഒരു ബാൻഡിനെ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ നമുക്കൊന്ന് അറിയണം എന്ന് പറഞ്ഞിരുന്നു. ആ ബാൻഡിലേക്ക് കയറിയിട്ട് തിരിച്ച് പ്രഷർ വന്നിട്ട് ഇതൊരു കൈൻഡ് ഓഫ് ട്രാപ്പ് പോലായിട്ട് അത് ശക്തമായിട്ട് തിരിച്ച് താഴ്ത്ത് വരുന്നത് നമുക്ക് കാണാൻ ഒക്കുന്നുണ്ട്. ഇറ്റ്സ് കൈൻഡ് ഓഫ്, അതായത് നമ്മുടെ ഈ ഒരു റൈഡ് കൈൻഡ് ഓഫ് ഫിനിഷ്ഡ് എന്നുള്ള രീതിയിലാണ് നമുക്ക് കാണാൻ ഒക്കുന്നത്. ഇവിടെ നല്ലൊരു സപ്പോർട്ടുണ്ട്. എസ്പെഷ്യലി നിങ്ങൾക്ക് കാണാൻ ഒക്കുന്നുണ്ട് ഇവിടെ പ്രീവിയസ് ബോട്ടമായിട്ട് നമുക്കിവിടെ കാണാൻ ഒക്കുന്നുണ്ട്. ഇവിടം വരെയാണ് ബിറ്റ്കോയിൻ 80,000 വരെ വന്നു. ഏകദേശം അവിടെ തന്നെ ബിറ്റ്കോയിൻ വീണ്ടും വന്നു. അത് കഴിഞ്ഞ് ബിറ്റ്കോയിൻ ശക്തമായിട്ട് സപ്പോർട്ട് എടുത്ത് പോയി. നമുക്ക് മേ ബി സപ്പോർട്ട് കിട്ടുമായിരിക്കാം, അറിയത്തില്ല. വീക്കെൻഡ് ആകുമ്പോൾ ഒന്നും കൂടെ ആളുകൾ യൂഷ്വലി ആ ഫ്രൈഡേയിലെ പാനിക്ക് വീക്കെൻഡിലേക്ക് തുടരാൻ ചാൻസസ് ഉണ്ട്. സോ ഈ ഒരു ട്രിപ്പിൻ്റെ രീതിയിൽ നോക്കുമ്പോൾ ഇറ്റ്സ് കൈൻഡ് ഓഫ് എൻഡ്. it can go maybe 79ish, 79 something this way, 79. So now ഇപ്പോൾ എന്ത് പറ്റുന്നുണ്ട് നമുക്ക് കാണാൻ ഒക്കുന്നുണ്ട് നമ്മുടെ ഗ്രീൻ ബാൻഡ്. ദാറ്റ് മീൻസ് ഇസ് ഡൗൺ ട്രെൻഡ്. നമുക്ക് ഇന്നലെ പറഞ്ഞു 4 hourൽ നമുക്ക് ഒരു അപ് ട്രെൻഡ് സിഗ്നൽ തന്നിരുന്നു. പക്ഷേ ആ ഒരു അപ് ട്രെൻഡ് സിഗ്നൽ നമുക്ക് കീപ്പപ്പ് ചെയ്യാൻ പറ്റിയില്ല. അത് സഡൻലി തിരിച്ചു താഴ്ത്തു വന്നു അല്ലേ. നമുക്കിനി ഒരു അപ് ട്രെൻഡ് 4 hourൽ കിട്ടണം. എന്തായാലും ഡേയ്ക്ക് മുന്നേ 4 hourൽ കിട്ടും. 4 hourൽ കിട്ടിക്കഴിഞ്ഞിട്ട് പയ്യെ ഡേ അങ്ങനെ പോകും. അപ്പോൾ 4 hourൽ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അതോ വീക്കെൻഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്ഡേറ്റ് ചെയ്യാം. സോ ഫാർ ബിയറിഷ്. പക്ഷേ നല്ല ബേസിക്കലി ഫണ്ടമെൻ്റലി നോക്കുമ്പോൾ വേറെ കുറേ ഓൺ ചെയിൻ ഡേറ്റ വെച്ച് അനലൈസ് ചെയ്യുമ്പോൾ ഞാൻ നോക്കുന്ന മിക്കതിലും 100 നോക്കുവാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു 80-85 ഓൺ ചെയിൻ ഡേറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 100 ഞാൻ നോക്കാറില്ല. ഞാനൊരു ഐഡിയ പറഞ്ഞത് 100ൽ ഒരു 85% ഓൺ ചെയിൻ ഡേറ്റയിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ് കാണുന്നത്. അതായത് ബോട്ടം ഇൻ എന്നുള്ള രീതിയിലാണ് കാണുന്നത്. ഇനി അടുത്തൊരു ഹ്യൂജ് ആയിട്ടുള്ള മൾട്ടിപ്പിൾ മന്ത്സ് റൈഡിലേക്ക് നീക്കുന്ന കുറേ സിഗ്നലുകളാണ് ഭൂരിഭാഗം ഓൺ ചെയിൻ ഡേറ്റകളും കാണിക്കുന്നത്. അതിനെക്കുറിച്ച് നമുക്ക് വേണമെങ്കിൽ വീക്കെൻഡിലൊരു വീഡിയോയുടെ 2-3 ചാർട്ട് എടുത്തിട്ട് നമുക്കത് അനലൈസ് ചെയ്യാം. ബട്ട് ടെക്നിക്കൽ അനാലിസിസിൽ നമുക്ക് ബിയറിഷ് ആണ് നമുക്ക് കാണുന്നത്. So guys, take care. Bye bye.